എൻ്റെ മക്കളെ, നിങ്ങൾ രോഗങ്ങളെല്ലാം ഓർക്കുന്ന ഓരോ രോഗങ്ങളെ അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന രോഗസ്ഥലങ്ങളിലെല്ലാം നിങ്ങൾ കൈകൾ മാറ്റി യേശുവെ സ്തോത്രം, യേശുവെ നന്ദി, യേശുവെ ആരാധന എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ വിശ്വാസപ്രമാണം അറിയാവുന്നൊരു വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ട്, വിശ്വാസപ്രമാണം അറിയാൻ പാടില്ലാത്തവരെ യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ നന്ദി എന്ന് ഉൾക്കൊഴിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സൗഖ്യം നേടുക. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ മക്കളിലേക്ക് ആവശ്യിക്കട്ടെ, കർത്താവിൻ്റെ കരുണ മക്കളിലേക്ക് ആവശ്യിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തി ഞാൻ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോ, വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ. ശ്രദ്ധിക്കട്ടെ. സാന്നിധ്യം പ്രകടമാക്കട്ടെ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവിന്റെ തിരുമുറിവാർന്ന വലതുകരം ഓരോ മകന്റെ ശിരസ്സിലും മകളുടെ ശിരസ്സിലും വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഈശോയെ, ഉദരരോഗികളെ സ്പർശിക്കണേ പ്രാർത്ഥിക്കുന്ന കർത്താവ്. അടിപ്പിണർ പോലെ വൈദ്യാഘാതം പോലെ ദൈവികമായ ശക്തി കർത്താവ് ശ്വാസകോശ രോഗികളിലെ, ഹൃദയ രോഗികൾ, കരൾ രോഗികൾ, കിഡ്നി രോഗികൾ, ആന്തരിക അവയവങ്ങളിൽ എവിടെയെല്ലാം രോഗങ്ങളുണ്ട് എവിടെയെല്ലാം വൈറസ് നെഗറ്റീവായിട്ട് ബാക്ടീരിയ പ്രവർത്തിക്കുന്നുണ്ട്, എവിടെയെല്ലാം ഇൻഫെക്ഷനുണ്ട്, അവിടെയെല്ലാം കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്തെ കഴുകട്ടെ. യേശുവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ നീ സൗഖ്യം പ്രാപിക്കട്ടെ. ശ്രുതിക്കട്ടെ. അഭിഷേക പ്രാർത്ഥന സമയിക്കുന്നതിൻ്റെ സമയമാണ്. ഈ സമയത്ത് ആത്മാവ് നിറയാനും ഉടമ്പടി സത്യസന്ധമായി ചെയ്യാനും കർത്താവിൻ്റെ കരുണയും ഭക്തിയും ദൈവസ്നേഹവും നിറയാൻ വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കും. അതുപോലെ ജോലിയില്ലാത്തവർ, വീടില്ലാത്തവർ, വിവാഹം ഒത്തുവരാത്തവർ, മക്കളില്ലാത്തവർ, തെറ്റായ നടപടികളിൽ ചെന്ന് അകപ്പെട്ടു പോയ മക്കൾ, അങ്ങനെ പോലെ ജീവിതത്തിൻ്റെ ദുരിതങ്ങളിൽ വഴിപോലും ഇല്ലാത്ത മക്കൾ, നടക്കാൻ വഴിയില്ലാത്തവർ പോലും ഉണ്ട്. അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കും. നിങ്ങൾ ഉടമ്പടിയിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത ഈശോയ്ക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ഓരോ വിഷയങ്ങളും അച്ഛൻ ഇപ്പോൾ അനുസ്മരിച്ച് പ്രാർത്ഥിക്കുന്നതാണ്. നിങ്ങൾക്ക് കർത്താവിൻ്റെ തിരുരത്വത്തിൻ്റെ അഭിഷേകം ഉണ്ടാകാൻ വേണ്ടി അച്ഛൻ അഭിഷേക പ്രാർത്ഥന ചെല്ലുന്ന സമയമാണ്. സ്തുതിക്കട്ടെ. കർത്താവെ, കൈകളിലേക്ക്, ഈ പാവപ്പെട്ട കൈകളിലേക്ക്, ഞങ്ങളുടെ ഓരോരുത്തരെയും കൈകളിലേക്ക് കർത്താവെ, ഇത് അവരുടെ ശിരസ് വെക്കുമ്പോൾ ആത്മാവിന് ശക്തി ഉണ്ടാകാൻ വേണ്ടി തിരുത്വത്തിൻ്റെ അഭിഷേകം എന്നുള്ള പ്രാർത്ഥിക്കുക. അടുപ്പിടുമ്പോൾ വൈതാഖാനം പോലെ ദൈവികമായ ശക്തി മക്കളിലേക്ക് ആവശ്യിക്കാൻ ഇടയാകണം പ്രാർത്ഥിക്കുന്നു. ശ്രുതിക്കട്ടെ. അതായത് ഇപ്പം നമ്മൾ ഒരു കൃത്യമായിട്ട് വളരെ ലോജിക്കായിട്ട് വിഷയം കണ്ടു. എന്താണ്? റോമ 9:15 ദൈവം തനിക്ക് ഇഷ്ടമുള്ളവരോട് കാരുണ്യം കാണിക്കുന്നു, അതുപോലെ ഇഷ്ടമുള്ളവരോട് അനുകമ്പയും. പക്ഷേ ദൈവത്തിന് ഇഷ്ടമുള്ള വ്യക്തികളായി മാറാൻ എന്താണ് നമ്മുടെ മാർഗം? അത് പ്രത്യേകിച്ച് മാർഗമൊന്നുമില്ല. എന്താ കാര്യം? നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു പാക്കേജ് ഉണ്ടാക്കി ദൈവത്തിനെ കൊണ്ട് ഇഷ്ടപ്പെടുത്താൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് റോമ 9:16 പറയണത്. എന്താ പറയണത്? നിങ്ങളുടെ പ്രയത്നമോ ആഗ്രഹമോ അല്ല, എല്ലാത്തിൻ്റെയും അടിസ്ഥാനം ദൈവത്തിൻ്റെ കരുണയാണ്. പക്ഷെ ദൈവത്തിൻ്റെ കരുണയുടെ അടിസ്ഥാനം എന്താണ്?
സങ്കീർത്തനം 103:18 ദൈവത്തിൻ്റെ കരുണയുടെ അടിസ്ഥാനം അവിടുത്തെ ഉടമ്പടിയാണ്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. പാലിക്കാനുള്ള കൃപ ഉടമ്പടി ധ്യാനത്തിലൂടെ മക്കൾക്ക് പ്രദാനം ചെയ്യണമേ. ഉടമ്പടി എപ്പോഴും വരുന്നത് ഒരു വിഷയം എന്ന് വെച്ചാൽ കഷ്ടപ്പാട് പെരുകുമ്പോഴാണ് ഉടമ്പടി ദൈവത്തിൻ്റെ മനസ്സിൽ നമ്മളുമായിട്ട് ഉടമ്പടി ചെയ്യണമെന്നുള്ള ഒരു മനസ്സ് രൂപപ്പെട്ട് വരണത്. കഷ്ടപ്പാട് ഉടമ്പടിയും തമ്മിൽ കുറേ ബന്ധമുണ്ട്. ശ്രുതികട്ടെ മക്കളെ, നമുക്കൊരു പാട്ടുപാടി കർത്താവിനെ ശ്രുതിക്കട്ടെ. മഹത്വം മഹത്വം, ആരാധന ആരാധന, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങളടിച്ച് സന്തോഷത്തോടെ പാടാം. ഈശോ നമ്മളോട് ജീവനോട് സംസാരിക്കുന്നതിന് ഈശോയ്ക്ക് നന്ദി പറയാം. ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഉടമ്പടിയെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ ദയ നമ്മളിലേക്ക് വരുന്നത് ഉടമ്പടി പ്രകാരമാണ്. പക്ഷേ ഏത് കാലത്താണ് ഉടമ്പടി വരണത്? കഷ്ടപ്പാടിൻ്റെ കാലത്താണ്. കഷ്ടപ്പാട് ഉടമ്പടിയും തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. കഷ്ടപ്പെടുന്നവരുടെയും കഷ്ടപ്പാട് അനുഭവിക്കുന്നവരുടെയും പദ്ധതിയാണ് ഉടമ്പടി. അഥവാ കഷ്ടപ്പെടുന്നവരുടെ വീണ്ടെടുപ്പിന് വേണ്ടി ദൈവം വിഭാവന ചെയ്ത ദൈവത്തിൻ്റെ മനസ്സിൽ രൂപപ്പെട്ടു വന്ന ഒരു പദ്ധതിയാണ് ഉടമ്പടി. അതാണ് പുറപ്പാട് 2:24. ശ്രുതികട്ടെ, ഹല്ലേലൂയ. പുറപ്പാട് 2:24. ദൈവം അവരുടെ ദീനരോദനം ശ്രവിക്കുകയും എന്ന് പറഞ്ഞ് ദൈവം അവരുടെ ദീനരോദനം ശ്രവിക്കുകയും അബ്രാഹത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ചെയ്ത ഉടമ്പടി ഓർമ്മിക്കുകയും ചെയ്തു. കഷ്ടപ്പാടും ദിനാരോധന ഉടമ്പടിയുമായിട്ട് കണ്ടിരിക്കണേ. നമ്മൾ ഒരു ഉടമ്പടിയിലാണെങ്കിൽ നമ്മുടെ കഷ്ടപ്പാടിൻ്റെ കാലത്ത് ദൈവം തീർച്ചയായിട്ടും ഉടമ്പടി ഓർക്കും. പറഞ്ഞു മനസ്സിലായ? നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ഉടമ്പടി കാണേണ്ടത്. നിങ്ങൾ ഈ IELTS പാസ്സാകാനും വസ്തു വിൽക്കാനും മകളെ കെട്ടിക്കാനും വേണ്ടി പെട്ടെന്ന് തരികയുടെ എന്തെങ്കിലും പരിപാടി കാണിച്ചിട്ട് വീണ്ടും നിങ്ങൾ പഴയ അതെല്ലാം കാര്യം കണ്ടു കഴിയുമ്പോൾ പഴയ ഉടായിപ്പായിട്ടൊക്കെ ജീവിച്ചാൽ നിങ്ങൾ ദൈവം ഓർക്കത്തില്ല. ഉടമ്പടി ഓർക്കാൻ പറ്റിയ, ദൈവം ഓർക്കാൻ പറ്റിയ നമ്മൾ രക്ഷപ്പെട്ട്. ഉടമ്പടിയുടെ രണ്ടാമത്തെ ആക്ടിവേഷൻ പ്രിൻസിപ്പിൾ ഓർമ്മയാണ്. നിങ്ങൾ ദൈവത്തോട് ചെയ്ത ഉടമ്പടി ദൈവം ഓർക്കണത് പലപ്പോഴും നിങ്ങളുടെ കഷ്ടപ്പാടിൻ്റെ കാലത്ത് ദൈവം ഓർക്കും. കഷ്ടപ്പാടിൻ്റെ കാലത്ത് ദൈവം അത് ഓർക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾ ഓർക്കണമെങ്കിൽ ദൈവത്തിരുസന്നിധി ദൈവത്തെ ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം ഉണ്ടായി. ശ്രുതിയുടെ മക്കളെ, ഞങ്ങളുടെ കഷ്ടതകളിൽ ഉടമ്പടി വഴിയായി നന്ദി പറയുന്നു.
ഞങ്ങളോട് കരുണ കാണിക്കുന്നു നന്ദി പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സംഗീതം 106:45 ഉടമ്പടി ഓർക്കുന്ന വിധം പറയുകയാണ്. ഉടമ്പടി ദൈവം ഓർക്കണം. നമ്മൾ എന്തുകൊണ്ടാണ് ഉടമ്പടിക്ക് പറ്റുന്ന രീതിയിലുള്ളൊരു ജീവിതം ക്രമീകരിച്ച് പോണത്? നമ്മുടെ കഷ്ടപ്പാടിൻ്റെ സമയത്ത് ദൈവം നമ്മുടെ ഉടമ്പടി ഓർക്കണം. ഉടമ്പടി ആക്ടിവേറ്റ് ചെയ്യണത് ഉടമ്പടി ദൈവം ഓർക്കുമ്പോഴാണെന്ന് വീണ്ടും സങ്കീർത്തനം 106:45 106 സങ്കീർത്തനം 45 തിരുവചനം. അവിടുന്ന് അവർക്ക് വേണ്ടി തൻ്റെ ഉടമ്പടി ഓർമ്മിച്ചു. പറഞ്ഞേ, അവിടുന്ന് അവർക്ക് വേണ്ടി തൻ്റെ ഉടമ്പടി ഓർമ്മിച്ചു. തന്റെ കാരുണ്യാതിരേകം മൂലം അവിടുത്തെ മനസ്സലിഞ്ഞു. കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം ഉണ്ടായി ഇവിടെ. ആ ദൈവത്തിൻ്റെ മനസ്സലിയിപ്പിക്കുന്ന സാക്ഷ്യം. അതായത് അദ്ദേഹം ഓൺലൈൻ ഉടമ്പടിയാണ് എടുത്തിരിക്കുന്നത്. അതായത് ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ കാരണം അദ്ദേഹത്തിന് മക്കളില്ല. മനുവിൻ്റെ ഒരു സാക്ഷ്യമാണ്. അതായത് ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നുമ്പോൾ അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ ചെയ്ത്, തീർത്ഥാടന ഉടമ്പടിയല്ല, ഓൺലൈൻ ഉടമ്പടി. അദ്ദേഹം പള്ളിയിൽ പോയി കുമ്പസാരിച്ചു. ഒന്ന് ചിന്തിച്ച് നോക്കിയേ. അവിടെയാണ് വിഷയം. ദൈവം നിങ്ങളുടെ ഉടമ്പടി ഓർക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഗോവയിൽ നിന്ന് വരുന്നു. ഞാൻ 2022 നവംബർ 4 ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുക്കുന്നത്. എനിക്ക് ഇവിടെ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് എൻ്റെ മമ്മിയുടെ കാലിന് വെരിക്കോസിൻ്റെ പ്രോബ്ലം കൊണ്ട് 2 വട്ടം ഡോക്ടർ ഓപ്പറേഷൻ പറഞ്ഞതായിരുന്നു. പക്ഷേ ഞാൻ ഓപ്പറേഷൻ ചെയ്യാൻ സമ്മതിച്ചില്ല. കാരണം എനിക്ക് കൃപാസന മാതാവിൽ ഒത്തിരി വിശ്വാസം ഉണ്ടായിരുന്നു. മാതാവ് സൗഖ്യം തരും, ഓപ്പറേഷൻ ചെയ്യാൻ എൻ്റെ മമ്മിയെ ഞാൻ അനുവദിക്കില്ല എന്നുള്ള ഒറ്റ വിശ്വാസത്തോടെ ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച്, ഞാൻ ഗോവയിലായിരുന്നതുപോലെ മമ്മി ഇവിടെ നാട്ടിലായ വീഡിയോ കോൾ ചെയ്ത് ഞാൻ എന്നും കാണും കാല് ഒത്തിരി വ്രണമായിട്ടിരിക്കുമായിരുന്നു. പല ഹോസ്പിറ്റലുകളിൽ കാണിച്ച്, അപ്പോൾ ഡോക്ടർമാർ ബയോപ്സി ചെയ്ത് അങ്ങനെ ഓരോ പ്രോബ്ലങ്ങളായിട്ട് നിൽക്കുമായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ച് ഒത്തിരി കരഞ്ഞ്. കാരണം ഈ കൊറോണ ടൈമിൽ എൻ്റെ പപ്പ മരിച്ചുപോയി. അത് കഴിഞ്ഞ് 5-6 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡ് അമ്മ ഒത്തിരി ഞെരുക്കുന്ന വേദനകളിലൂടെയാണ് ഞാൻ കടന്നത്. അപ്പം ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ച്, ഇനി മമ്മിയും കൂടി ഉള്ളൂ, ഞങ്ങളെ അനാഥരാക്കരുതെന്ന്. അതേമാതിരി എൻ്റെ മമ്മിയുടെ വെരിക്കോസിന് വ്രണം മാറുകയാണ് മൊത്തമായിട്ട്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ രണ്ടാമത്തെ മോൻ്റെ പേര് അഗസ്റ്റിൻ. ആ കുട്ടി 2ാം നിലയിൽ നിന്ന് വീണ് എൻ്റെ അടുത്തേക്ക് വന്ന് 2 കൈ നിറച്ച് ചോര, മേലൊക്കെ ചോരയായിരുന്നു. അപ്പം ഞാൻ നോക്കുമ്പോൾ കയ്യിലൊരു മുറിവുണ്ട്. കൈ കാണിച്ചു കൊടുത്തിടാം. കയ്യിലൊരു മുറിവ്, ഒരിത്തിരി അത്യാവശ്യം സ്റ്റിച്ചിടേണ്ട ഒരു പരുവത്തിലുള്ള മുറിവാണ്. 2ാം നിലയിൽ നിന്ന് വീണതായതുകൊണ്ട് എനിക്ക് ഒത്തിരി പേടിയായി. കാരണം എന്തെങ്കിലും സംഭവിച്ചാലോ എന്നുള്ളതുകൊണ്ട് ഹസ്ബൻഡ് അടുത്ത് പറഞ്ഞ് അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞപ്പോൾ ഡോക്ടർമാർ മൊത്തം തിരിച്ചും മറിച്ചും ഓരോ കൈയും കാലും എല്ലാം നോക്കുന്നു, എന്തെങ്കിലും ഫ്രാക്ചറോ വല്ലതും ഉണ്ടോയെന്ന്. അപ്പം കഴിഞ്ഞിട്ട് ഡോക്ടർമാർ ചോദിച്ച്, ഛർദ്ദിച്ചോ മോനെ, ബോധം പോയോ, അങ്ങനെയൊക്കെ ചോദിക്കുന്നു. അപ്പോൾ ഡോക്ടർമാർക്ക് വരെ അതിശയം, ഇതെങ്ങനെയാണ് ഒരു കുഴപ്പമില്ലാതെ ഇങ്ങനെ കിട്ടിയതെന്നുള്ളത്.
കഴിഞ്ഞിട്ട് കയ്യിലുള്ള മുറിവിന് സ്റ്റിച്ച് ഇടണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ് ഇത്രയും 2 നിലയിൽ നിന്ന് വീണിട്ട് എൻ്റെ മോന് മാതാവ് ഒരു ആപത്തും വരുത്തിയില്ല, അപ്പം ഈ ചെറിയൊരു മുറിവ് വലിയ കാര്യമല്ല, അതങ്ങ് സ്വന്തം ഉണങ്ങിക്കോളൂ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു മരുന്ന് മാത്രം തന്നാൽ മതിയാ, അഥവാ സഹിക്കാൻ പറ്റാത്ത വേദനയാണെങ്കിൽ കൊച്ചിന് മരുന്ന് കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ ആൻറ്റിബയോട്ടിക്സും പെയിൻ കില്ലറും തന്നു വിട്ട്. പക്ഷേ ഞാൻ എൻ്റെ മോന് പെയിൻ കില്ലർ കൊടുത്തില്ല, ആൻറ്റിബയോട്ടിക്സ് മാത്രമേ കൊടുത്തുള്ളൂ. എൻ്റെ മോൻ്റെ വേദന മാതാവ് ഏറ്റെടുത്തു. മാതാവിന് ഒത്തിരി നന്ദി പറയുന്നു ഞാൻ. അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിന് സ്വന്തമായിട്ടൊരു കമ്പനി വേണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അപ്പോൾ കുറേ നാൾ കൊണ്ട് പലയിടങ്ങളിലും സ്ഥലം നോക്കും കമ്പനി നോക്കും ഒക്കെ ചെയ്തു. പക്ഷേ ഞങ്ങളെ കൊണ്ട് താങ്ങാൻ പറ്റുന്നതിനും വലിയ വലിയ വിലകളാണ് ഓരോ സ്ഥലത്തും പറഞ്ഞിട്ട്. അങ്ങനെ ലാസ്റ്റ് ഒരു 1.5 വർഷം മുന്നോട്ട് പോയി. പുള്ളി മനസ്സുമെടുത്ത് ലാസ്റ്റ് ഒരു സ്ഥലം മേടിച്ച്, ഞാനും അമ്മയൊന്നും എതിർത്തില്ല, കാരണം ഞങ്ങൾക്കറിയാം കുറേ ട്രൈ ചെയ്തതാണെന്നുള്ളത്. പിന്നെ അതിന് ശേഷം ഒരു കമ്പനി ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു, എൻ്റെ പേപ്പറൊന്നും ശരിയല്ലായിരുന്നു. പിന്നെ അവർ തന്നെ തിരിച്ചു വന്ന് പറയുന്നത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇത്ര പൈസ തന്നു കഴിഞ്ഞാൽ നമുക്ക് നോക്കാമെന്ന്. അങ്ങനെ ആ കമ്പനി വാങ്ങിക്കുകയും ചെയ്തു. അതേമാതിരി ഒരു സ്ഥലവും, കാരണം ഞങ്ങളുടെ സ്വപ്നങ്ങളിൽ പോലും ഇല്ല ഒരു സ്ഥലം വാങ്ങിച്ച് വീട് വയ്ക്കുന്നതിനെക്കുറിച്ച്. ഇപ്പോൾ ദൈവം അനുഗ്രഹിച്ച് ഒരു സ്ഥലം വാങ്ങിച്ച് ഇപ്പോൾ അത് വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ നവംബർ 4 ഉടമ്പടി എടുത്തായിരുന്നു. പക്ഷേ എങ്കിൽ പോലും ഈ വീടിൻ്റെ പണിയൊന്നും നടത്തി തന്നെയെന്നൊന്നും ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചില്ല. കാരണം ഞാൻ ആലോചിച്ച് ഇത്രയും നടത്തിയ മാതാവിനെല്ലാം അറിയാലോ, അപ്പോൾ അതുകൊണ്ട് ബാക്കി എല്ലാ കാര്യങ്ങളും നടന്നു പോകുമെന്ന് വിചാരിച്ചു. പക്ഷേ മാതാവിൻ്റെ ഇഷ്ടം ഞാനത് ഉടമ്പടിയിൽ വെക്കണം എന്നുള്ള. കാരണം അതിൽ ഇപ്പോൾ ലാസ്റ്റ് സ്റ്റേജിലേക്ക് വന്നപ്പോൾ ഇത്തിരി കംപ്ലീഷൻ സർട്ടിഫിക്കറ്റിൻ്റെയൊക്കെ ഒരു പ്രോബ്ലം വന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ അതും ഉടമ്പടിയിൽ വെച്ച്. പിന്നെ വേറൊരു കാര്യം, ഞാൻ 2019 ഇവിടെ ആദ്യമായിട്ട് വരുന്നത്. ആ സമയത്ത് എൻ്റെ മൂത്ത മോൻ്റെ കയ്യിൽ ഒരു മുഴയുണ്ടായിരുന്നു. ഒരു 5-6 മാസം കണ്ടിന്യൂസ് ആയിട്ട് അത് ഉണ്ടായിരുന്നു, അത് മാറുന്നില്ലായിരുന്നു. അതാണ് കാരണം. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ ആ മുഴ കാണാതെയായി. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ആ മുഴ വന്ന്. അപ്പം മോൻ എൻ്റെ അടുത്ത് പറഞ്ഞു, മമ്മി ആ മുഴ വീണ്ടും വന്നല്ലോ, പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് പോയില്ല. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് വിശ്വാസമുണ്ട് മോനെ, നീ ആ മുഴയെക്കുറിച്ച് നീ വിഷമിക്കണ്ട, ആ മുഴ മാറിക്കോളും. പിന്നെ കുറേ നാൾ കഴിഞ്ഞ് മോൻ പറയുന്നു, മമ്മി ആ മുഴ കാണുന്നില്ല, ആ മുഴ എവിടെ പോയി? അപ്പം ഞാൻ പറഞ്ഞു മോനെ, ആ മുഴ മാതാവ് സൗഖ്യം തന്ന് അനുഗ്രഹിച്ചു. അതേമാതിരി മൂത്ത മോന് അവിടെ, ഞങ്ങൾ ഗോവയിലായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കൊങ്ങണിയൊന്നും അറിയത്തില്ല. അപ്പോൾ അവിടെ അഡ്മിഷൻ കിട്ടാൻ ഇത്തിരി പ്രോബ്ലം ആയിരുന്നു. അപ്പോൾ അവിടെ പ്രിൻസിപ്പാൾ പറഞ്ഞു, നിങ്ങൾ ഇനിയിപ്പോൾ ഈ സ്കൂളിൽ, കാരണം MLA മിനിസ്ട്രിയൊക്കെ റെക്കമെൻഡേഷനും കൊണ്ട് വന്നിട്ട് പോലും ഇവിടെ അഡ്മിഷൻ കൊടുക്കാൻ പറ്റുന്നില്ല, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വേറെ സ്കൂളിൽ നോക്കിക്കോ, കാരണം ഇവിടെ കിട്ടത്തില്ല. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ചോദിച്ചു ഡൊണേഷൻ തന്നാൽ കിട്ടുമോ? അപ്പോൾ പറഞ്ഞ് ഡൊണേഷൻ തന്നിട്ടൊന്നും കാര്യമില്ല, അഡ്മിഷനൊന്നും കിട്ടില്ല. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് നേരെ വേറെ സ്കൂളിൽ പോയി അഡ്മിഷൻ എടുത്ത്. എങ്കിൽ പോലും ഞാൻ ആഗ്രഹിച്ച് എൻ്റെ മോന്, കാരണം ഇളയ മോന് അവിടെ LKGയിൽ അഡ്മിഷൻ കിട്ടിയായിരുന്നു ആ ടൈം. അപ്പോൾ മൂത്ത 2 പിള്ളേരും 2 സ്കൂളിലാകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ലാസ്റ്റ് പ്രാർത്ഥന ഞാൻ മുടക്കിയതേ ഇല്ല. കാരണം 2 മക്കൾ ഒരു സ്കൂളിൽ പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹം മാതാവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചായിരുന്നു. അതുപോലെ ഞാൻ പറഞ്ഞു സ്കൂൾ തുറക്കുമ്പോഴേക്ക് എനിക്ക് എന്തായാലും എൻ്റെ മോൻ ആ സ്കൂളിൽ 1-ാം ക്ലാസ്സിൽ തൊട്ട് പഠിക്കണം. അങ്ങനെ ഒരു ഉറച്ച വിശ്വാസത്തോടെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. മെയ് മാസം ലാസ്റ്റ് ആയപ്പോൾ ആ സ്കൂളിൽ നിന്ന് എനിക്ക് ഫോൺ വരിക, നിങ്ങളുടെ ഒരു സിഗ്നേച്ചർ വേണം എനിക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അയക്കാനാണ് ഒരു ലെറ്റർ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ പോയി സൈൻ ചെയ്ത്. അപ്പോൾ ഓഫീസിലെ സ്റ്റാഫ് എന്നെ നോക്കി ചിരിക്കുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, മാഡം ഇതെന്താ, എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ പറഞ്ഞ് ഞാൻ കുറച്ച് നാളുകൊണ്ട് ഈ സ്കൂളിൽ സ്റ്റാഫാണ്, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ലെറ്റർ കാണുന്നത്, സൈൻ മേടിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാൻ ഇതേമാതിരി മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചായിരുന്നു, മാതാവിന് അസാധ്യമായിട്ട് ഒന്നുമില്ല, ഈശോയോട് പ്രാർത്ഥിച്ച് എനിക്ക് നേടിത്തരണേന്ന് പ്രാർത്ഥിച്ചു. അതേമാതിരി എൻ്റെ ആഗ്രഹം മാതാവ് സാധിച്ചു തന്നു. നിഷി സാജൻ, ഞാൻ ആലുവയിൽ നിന്ന് വരുന്നു. ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2022 സെപ്റ്റംബർ മാസത്തിലാണ്. ഞാൻ അതിന് മെയിനായിട്ട് എൻ്റെ മോൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഉടമ്പടി എടുത്തത്.
അവന് 5 വർഷമായിട്ട് ഞങ്ങൾ പുറത്ത് പോയി പഠിക്കാനായിട്ട് നോക്കിയിട്ടൊന്നും നടന്നില്ല. +2 കഴിഞ്ഞപ്പം കാനഡയ്ക്ക് പോകാനായിട്ട് നോക്കി, പക്ഷേ നടന്നില്ല. അവസാനം ഞങ്ങൾ മൂന്നാർ കാറ്ററിംഗ് കോളേജിൽ പറഞ്ഞു വിട്ട് അവനെ ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിപ്പിച്ചു. അത് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് വീണ്ടും ഞങ്ങൾ ശ്രമിച്ചു. എന്നിട്ടും ഓരോന്നും ഇങ്ങനെ നടക്കാതിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് കോവിഡ് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞപ്പം മൊത്തത്തിൽ അത് ഫ്ലോപ്പായി. പിന്നെ വീണ്ടും യൂറോപ്യൻ കൺട്രിയിലേക്ക് വെച്ചു, അതും നടക്കുന്നില്ല. 2 കൺട്രിയിലേക്ക് നമ്മൾ ഫീസ് അടച്ചു. എന്നിട്ട് അത് നടക്കാതെ വന്നപ്പോൾ അത് തിരിച്ച് അവർ നമുക്കത് ഇട്ടു തന്നു. വീണ്ടും യൂറോപ്യൻ കൺട്രി തന്നെ മാൾട്ട വെച്ചു. മാൾട്ട വെച്ച് കഴിഞ്ഞ് 15 പേര് ഒന്നിച്ചായിരുന്നു ഇവർ വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ വിസയ്ക്ക് വെച്ചു 2 ആഴ്ച കഴിഞ്ഞപ്പം അതിൽ 5 പേർക്ക് പാസ്പോർട്ട് വന്നു. അതിലൊരാൾക്ക് മാത്രമേ വിസ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ, ബാക്കി 4ഉം റിജക്ഷനായിരുന്നു. അപ്പോൾ അവൻ അങ്ങ് വല്ലാണ്ട് ടെൻഷനായി. അവൻ പറഞ്ഞു, ഇല്ലമ്മ എനിക്ക് ഇത് കിട്ടത്തില്ല, ഇനി ഇതിന് വേണ്ടി ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല, എൻ്റെ 5 വർഷം എന്തായാലും പോയി, ഞാൻ ഇനി പഠിക്കണില്ല എന്ന് പറഞ്ഞ് ഭയങ്കര ടെൻഷനായി. അപ്പോഴും ഞാൻ പറഞ്ഞു, വേണ്ട മോനെ ടെൻഷൻ അടിക്കണ്ട, നടക്കും. ഞാൻ ഈ യൂട്യൂബ് നോക്കിയിരുന്ന് ഓരോ പ്രെയറും ചൊല്ലാറുണ്ട്. എനിക്കറിയില്ല ഈ ഉടമ്പടി എന്താണെന്നോ ഒന്നും അറിയില്ല. യൂട്യൂബിൽ കണ്ടിട്ടാണ് ഞാനിത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. ഒരു ദിവസം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഓരോ സാക്ഷ്യം കേട്ടപ്പോൾ പറഞ്ഞു, ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ടാണ് അവർക്ക് വിസ വന്നത്, അവർ പാസ്സായത്, IELTS കിട്ടിയത്, ഇങ്ങനെയൊക്കെ ഓരോന്ന് കേട്ടപ്പം എനിക്ക് തോന്നി ഈ ഉടമ്പടി എന്താണെന്ന് എനിക്കറിയില്ല. അപ്പം ഞാനാണ് ഒരു ബ്യൂട്ടി പാർലർ നടത്തുവാണ്. അപ്പോൾ അവിടുത്തെ സ്റ്റാഫിനോട് പറഞ്ഞു, നിനക്കറിയോ ഉടമ്പടി എന്താണെന്ന്? അവൾ പറഞ്ഞു, എനിക്കറിയില്ല ചേച്ചി, നമുക്ക് ക്രിസ്ത്യൻസ്, ഞാനൊരു ഹിന്ദു മതത്തിൽ വിശ്വാസിയാണ്. അപ്പോൾ അവൾ പറഞ്ഞു, എനിക്കറിയില്ല ചേച്ചി, നമുക്കൊരു കാര്യം ചെയ്യാം, ആരെങ്കിലും ക്രിസ്ത്യൻസ് വരുവാണെങ്കിൽ ചോദിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളിങ്ങനെ കുറേ നേരം നോക്കിയിരുന്നതിന് ശേഷം ഞാനപ്പോൾ ഫോണിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ ആ ഫോൺ അവിടെ വെച്ച് എനിക്ക് വർക്ക് വന്നപ്പം ഞാൻ പോയി ഫോൺ ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ പോയത്. വർക്ക് കഴിഞ്ഞ് തിരിച്ചു വന്ന് ഫോൺ എടുത്ത് നോക്കിയപ്പം എൻ്റെ ഫോണിൽ തെളിഞ്ഞ് കിടക്കുവാണ് എന്താണ് ഉടമ്പടിയെന്ന്. എനിക്ക് ശരിക്കും വിശ്വസിക്കാൻ പറ്റിയില്ല. ഞാനപ്പോൾ ആ കുട്ടിയോട് പറഞ്ഞു, നമ്മൾ ഇതല്ലേ അന്വേഷിച്ചുകൊണ്ടിരുന്നത്, എന്തായാലും ഞാൻ നാളെ പോവുക, എനിക്കൊന്നും അറിയില്ല, ഞാൻ നാളെ പോവുക എന്ന് പറഞ്ഞ് ഞാൻ പിറ്റേ ദിവസം ചൊവ്വാഴ്ചയായിരുന്നു ഞാനിവിടെ വന്നു. ഉടമ്പടി ഞാൻ ഓർത്ത് എന്തെങ്കിലും ഒരു പേപ്പറിൽ എഴുതിയിട്ട് പെട്ടെന്ന് പോകാൻ പറ്റുമെന്ന് വിചാരിച്ച് ഇവിടെ വന്നേ. ഇവിടെ വന്ന് ഇവിടുത്തെ പ്രോസസ്സിങ് എല്ലാം കഴിഞ്ഞ് ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ 5:30 മണിയായി. അവിടെ മാതാവിൻ്റെ അടുത്ത് കുറച്ച് നേരം ഇരുന്ന് പ്രാർത്ഥിച്ചപ്പം ഞാൻ ശരിക്കും പരിസരം മറന്ന് കരഞ്ഞാ പ്രാർത്ഥിച്ചേ. അത് കഴിഞ്ഞ് ഞാനിവിടെ വന്ന് ഉടമ്പടി സമർപ്പണമൊക്കെ കഴിഞ്ഞ് ഇവിടുന്ന് റോഡ് ക്രോസ് ചെയ്തിട്ടില്ല, ഇവിടെ റോഡിൽ നിൽക്കുമ്പം മോൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ പാസ്പോർട്ട് അയച്ചിട്ടുണ്ട്, വിസയാണോന്ന് അറിയില്ല, എനിക്ക് മാത്രമേ വന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, മോനെ കുഴപ്പമില്ല, അത് മാതാവ് വെച്ച വിസ തന്നെയാണ്, നീ ടെൻഷൻ ആവണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് വ്യാഴാഴ്ച രാവിലെ പാസ്പോർട്ട് വന്ന് തുറന്ന് നോക്കിയപ്പോൾ അതിൽ വിസയായിരുന്നു. അത് ശരിക്കും പരിശുദ്ധ അമ്മ തന്നെ വെച്ച വിസയാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. കാരണം അതോടുകൂടി ഈ 5 വർഷമായിട്ട് ഞങ്ങൾ വിചാരിച്ച കാര്യം നടക്കാത്തത് ആ ഒറ്റ പ്രാർത്ഥനയിൽ എനിക്ക് അമ്മ അത് സാധിച്ചു തന്നു. അപ്പം ഇതിന് മുന്നേ 5 പേർക്ക് വിസ വന്നതിൽ 4 റിജക്ഷനും ഒരു കുട്ടിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവൻ സെപ്റ്റംബർ 30 കയറിപ്പോയി. എൻ്റെ മോൻ ഒക്ടോബർ 9 കയറിപ്പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഈ കുട്ടികൾ തമ്മിൽ പരിചയമായത്. അപ്പം ആണ് പറയുന്നത്, ആ കുട്ടിയുടെ അമ്മ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് അവന് വിസ വന്നതെന്ന്. അപ്പം എൻ്റെ മോനും ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് വിസ വന്നത്. ബാക്കി 13 കുട്ടികളുടെയും റിജക്ഷനായിരുന്നു.
ഇവിടെ വന്ന ഈ 2 കുട്ടികൾക്ക് മാത്രമേ വിസ വന്നുള്ളൂ. അന്ന് തൊട്ട് ഇന്ന് വരെ അമ്മ ഓരോ കാര്യത്തിനും എൻ്റെ മോൻ്റെ കൂടെ നല്ല സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പം അവനെ പാർട്ട് ടൈം ജോബുമായി വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അവൻ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. പിന്നെ ഞാൻ രണ്ടാമത് വെച്ചത് എൻ്റെ മകളുടെ കാര്യമായിരുന്നു. അവൾ LKG തൊട്ട് നന്നായി പഠിക്കും, പക്ഷേ എക്സാം വരുമ്പം മാർക്കില്ല. അവളെ പഠിപ്പിച്ച സിസ്റ്റേഴ്സും മിസ്സുമാരും എല്ലാവരും പറയും അവളെ വിഷമിപ്പിക്കേണ്ട, അവൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, അവൾക്ക് എഴുതാൻ പറ്റാത്തത് കൊണ്ടിട്ടാണ് എന്ന് പറയും. രാത്രി 12 മണി 1 മണി വരെയൊക്കെ ഈ കുട്ടി ഇരുന്ന് പഠിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ചില ദിവസം ഞാൻ പറയും മതി പഠിച്ചത്, എഴുന്നേറ്റ് പോന്ന് പറയും. അത്രയും കഷ്ടപ്പെട്ടിട്ടും അവൾക്ക് മാർക്ക് ഭയങ്കര കുറവായിരുന്നു. 10th കഴിഞ്ഞു +2നൊക്കെ അത്യാവശ്യം ഒരു 75-80% ആയിരുന്നു മാർക്ക്. പക്ഷെ അവളുടെ പഠിക്കലിന് അവൾക്ക് നല്ല ടോപ്പ് സ്കോർ കിട്ടേണ്ടതാണ്. അപ്പം ഞാനത് നിയോഗത്തിൽ വെച്ചു. അവൾ 2nd സെമസ്റ്റർ എഴുതുമ്പം അവൾക്ക് 2 സപ്ലി വരെയും കിട്ടിയായിരുന്നു. എന്നിട്ട് ഞാൻ അവളെ വഴക്കൊന്നും പറയില്ല,